ഒരുമാതിരി പണി പിടിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ജീവിത പ്രശ്ന പൊന്നുവാവ് വരുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പ്ലീസ്. കൂൾ കൂൾ പൊക്കോ പൊക്കോ. ആ സ്വർണ്ണപ്പല്ല് എൻ്റെ ഈ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നവനെ ഈ സ്ഥാപന ജംഗമ വസ്തുക്കളും വെടിക്കണ്ണി ജോസാ പറയണേ. അതിൻ്റെ ഉറപ്പുള്ളവരും എടുത്തിട്ട് വാ. ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നണേ? പുള്ളിക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. വാവയുടെ സ്ഥിരം കടയാട്ടാ. ഇത് കിടിലൻ സ്പോട്ടാ. ഇപ്പോഴത്തെ ചിക്കൻ കാന്തിര അടിപൊളിയാ. അതും തിന്നിരുന്നു. ശരി, ഒറ്റയ്ക്ക് കഴിക്കുന്ന പരിപാടിയല്ലേ? മനസ്സിലായി. ഞാൻ മാത്രല്ല, ഇവനുണ്ട്. വിശക്കണുണ്ടല്ലേ? പുള്ളിക്ക് കഴിക്കടാ, വിശപ്പ് കഴിക്കടാ. പീസിലേക്ക് എമൗണ്ട് ഇട്ടാള്. ചിക്കനില്ലാത്ത ബിരിയാണി കഴിച്ചാൽ പല്ലിനിടെ കയറും. അയ്യോ ഉണ്ടാകും. ഹലോ, ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങല്ലോ. നാളെ എറണാകുളം ഫ്ലൈറ്റിലെ ബൈക്ക് കൊണ്ട് വരില്ലേ? എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം. സുരേഷ് അയ്യോ എന്തുട്രാ നീ? എൻ്റെ നിരീക്ഷണത്തിൽ നിന്നൊരു സത്യം മനസ്സിലായി. ഫോട്ടോയിലുണ്ട്, ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ആളെ വായ തുറന്നുറങ്ങണേ. അപ്പോ പല്ലെടുക്ക എളുപ്പമായില്ലേ? ഫോട്ടോ ഫോട്ടോ എടുത്ത എവിടെ? ഫോട്ടോ ഇത് നീണ്ടല്ലടാ. ഇത് ഞാനാ, കൊള്ളാല്ലേ? ഇൻസ്റ്റാഗ്രാമിലിടാം. നമുക്കൊരു പരിപാടി ഉണ്ട്. എന്തുട്ട സംഭവം? 2 പല്ലെടുക്കണം. അതിന് ഡോക്ടറുണ്ടാ പോരെ? എടാ, ദജ്ജാതി കേസല്ല. ഒരു വീട്ടിൽ കയറാൻ നിങ്ങളുടെ ഹെൽപ്പ് വേണം, അല്ലാതെ പല്ല് പറിക്കാനല്ലേ. വീട്ടിൽ കയറാൻ ഞങ്ങൾ അറിയാലോ. അതന്നെ, വീട് എവിടെയാന്നൊന്ന് കാട്ടി തന്നാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. അല്ലേ? പൊന്നുവാവയുടെ വീട്. സുമോ, നീ അധികം കുനിയണ്ട. അടിയിൽ ബ്ലൂ പ്രിന്റ് ഒന്നും ഇല്ല. ഇവിടുത്തെ പേര് കേട്ട ഗുണ്ടയുടെ വീടാണ്. ഞങ്ങളറിയില്ല. ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നോ സീൻ. വീട്ടിൽ കുറെ ആൾക്കാരുണ്ടാവും. അതൊന്നും സീനില്ല. അതൊക്കെ ഞങ്ങൾ മാറ്റി. ഹാവൂ, സൗകര്യായി. ഞാൻ ആ പെട്ടെന്നൊരു ഫോളോയിൽ പറഞ്ഞ സീനുണ്ടായിരുന്നു. ഫ്രീ മൂവി ടിക്കറ്റ് കൊടുത്ത് ഒഴിവാക്കി. ഏതാ പടം? ഇന്നലെ റിലീസായതോ പടാണ്. അത് വീട് ആരും അറിയാതെ അവിടെ എത്തണം, പല്ലെടുത്ത് തിരിച്ചിറങ്ങണം. അല്ല, ഈ ഉറങ്ങി കിടക്കുന്ന ആളെ പല്ല് എങ്ങനെ എടുക്കും? അതൊക്കെ എനിക്ക് വിട്ടേക്ക്. പല്ലെടുക്കുമ്പോ ആളെ നീറ്റാലോ? അതിനൊക്കെയുള്ള മരുന്ന് സെറ്റാണ്. എന്നാ കുഴപ്പമില്ല. അപ്പൊ ഇതാണ് പൊന്നുവാവയുടെ വീട്. എടാ ചുമ്മാരിയുടെ ഞാൻ നിന്നിട്ടില്ലോ എന്നിട്ട് കോലം കെട്ടലത്. നിനക്കങ്ങനെ പറയാം. ആ കാലമാടനെങ്ങാനും കണ്ടാലേ എൻ്റെ ലൈഫ് തീർന്നു.
ആ അത് പോയിന്റ്. സുമാ ഗുഡ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. മുത്തോ അപ്പൊ എങ്ങനെ കാര്യങ്ങള്? ഒന്നില്ല, അങ്ങനെ പോണ്. അതല്ല ഈ വീടിന്റെ ഉള്ളിൽ എങ്ങനെ കേറാന്ന്? ചാടിക്കോ. ചാടാനാ? അങ്ങോട്ട് ചാടിക്കോ. പിന്നെ താൻ എന്താ വിചാരിച്ച ഞാൻ തലയിൽ കെട്ടി ഇറക്കുന്നു വിചാരിച്ച? അല്ല ഞാൻ വിചാരിച്ച് വല്ല എന്ത് ടെക്നിക്ക് അങ്ങോട്ട് പണിയെടുക്കന്നെ. അപ്പൊ ചാടണ ആ കഷ്ടം നോക്കി പണിയെടുക്കാണ്ടിരിക്കാനൊക്കെ ഉണ്ടായത്. അയ്യോ, കടുപ്പം തന്നെ. ഇതിലും ഭേദം ബംഗാളികളാ, കറക്റ്റായിട്ട് പണിയെടുത്തോളൂ. ബംഗാളിയാ സുധാകർ ഭായ്, ഇവരപ്പം കൂടിയിട്ട് മടിയണേതാ. ഒരു ചെറിയ തന്നെ അത്രേ ഉള്ളൂ. അത് ഞാനല്ല, അവിടെ അല്ല, ഇവിടെ ഇപ്പൊ പല്ലിപ്പ എവിടെയായിരിക്കും? വയലല്ലേ? അതല്ല, പല്ലുള്ളവൻ എവിടെയായിരിക്കും? വീട്ടിലെവിടെയായിരിക്കുന്നു? റൂമിലുണ്ടാവും. നിനക്കിതെങ്ങനെ സാധിക്കും? അങ്ങനൊന്നുമില്ല, പ്രാക്ടീസ്. പിന്നെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ട്രൈ കിട്ടും. നീ പെണങ്ങല്ലേ ഇങ്ങോട്ട് വന്നേ? മനസ്സിലായോ? നീ നടാ സുര, നീ പറഞ്ഞോണ്ട് മാത്രം. അതെ, ശ്രദ്ധിച്ച് പല്ലെടുക്കണം. അയാള് കണ്ട കൈവിട്ടും, അതാ ശീലം. പല്ലെടുക്കേ, അതിനല്ലേ നീ. ഞാനാ വീടിന്റെ അകത്ത് കയറ്റ ടാസ്ക് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതെ മുത്തു, നീ മുഖത്ത് കാണിക്കുന്ന കോഷിയുടെ പകുതി ഈ കൈമാണിക്കാണ് തുറക്കില്ലത്. എൻ്റെ സുര, നീ എൻ്റെ കോൺസെൻട്രേഷൻ കളയില്ലേ? നീ കണ്ണാവണം, കണ്ണീ തുളയിലാവണം. ഈ ലോക്കിന്റെ അനക്കം ഈ നെഞ്ചിൽ കിട്ടണം. അപ്പോഴേക്കും സ്പെഷ്യൽ ഷോ കഴിഞ്ഞാൽ അവരിവിടെ എത്തും. പിന്നെ കൂട്ടത്തല്ലും ബഹളാവും. സുധാകർഭായനെ പിടിച്ചടാ. സുരേഷ്, നീ മുത്തുവിനെ കാണാനെ കൊണ്ട് രക്ഷപ്പെടാ. ചത്താൻ ഞാൻ നിങ്ങളുടെ പേര് പറയില്ലടാ. ഇങ്ങനെ പോയ റൂം കണ്ടുപിടിക്കുമ്പോ നേരം വിളിക്കും. നിനക്ക് പറ്റിയിട്ടിട്ട് പോടാ. നിനക്കിത് കുട്ടികളെയോ, എനിക്ക് ജീവിത രക്ഷപ്പെടാനുള്ള അവസര. കെട്ടിക്കാൻ പ്രായ പെങ്ങളും വയസ്സായ അമ്മയും. കക്കാൻ പോയിട്ടാണല്ലോ നാട്ടിലെ ആങ്ങളമാരൊക്കെ പെങ്ങന്മാരെ കെട്ടിക്കണത്. അല്ല, അതിന് നിനക്ക് പെങ്ങളില്ലല്ലോ. അതെല്ലാം ഇനി ഉണ്ടാവാലോ. എന്റെ അച്ഛനമ്മ ഭയങ്കര സ്ട്രോങ്ങാ. ഈ നോയിസ് പൊല്യൂഷൻ ആണോ നിങ്ങളുടെ വാവ? അതില്ലേ, നീ കണ്ണാവണം. കണ്ണിലെ
പണ്ടാറെടുക്കാൻ തോന്നി. ഇങ്ങട് വാ, നിശാന്തൻ. വെട്ട് 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 വെട്ട്. ഇനി എന്ത് ചെയ്യും? കഴിഞ്ഞു. ഇനി അവന്റെ വീട്ടിൽ എന്ത് പറയടാ? മുത്തുവിന്റെ വീട്ടില് ഞാൻ എന്ത് പറയും? മംഗലാപുരം പിടിക്കാം. സുമോ പിടിച്ചപ്പോ അവൻ പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ, ഇനി അപ്പൊ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. അയ്യോ നിങ്ങൾ ചത്തില്ലേ? ഇതിലും വേദം ചാവുന്നതായിരുന്നടാ. നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. അവിടെ നടന്നത് ഒരു രതി നിർവേദമായിരുന്നടാ. കാമപിശാചി പട്ടി. ആ ജീവൻ കിട്ടിയത് ഭാഗ്യം. ബാബുവാ അപ്പൊ സ്വർണ്ണല്ലോ. അത് പിന്നെ പ്ലാൻ ചെയ്യടാ. സെക്കൻഡ് ഷോ കഴിഞ്ഞ് പിള്ളേർ വരും. അപ്പൊ ഇത് സ്കൂട്ടാവാം. രതി നിർവേദം ആംഗിൾ ചിന്തിക്കുമ്പോ സുമോദൻ നൈറ്റ് ജോലിക്ക് വിട്ടിട്ടായി എനിക്ക് ജീവിക്കാം. എങ്ങനെയുണ്ട്? എന്റെ മാനത്തിന് വില പറയുന്നോടാ നാറി. നീ എന്ത് തേങ്ങയുടെ അവിടെ ചെയ്തേ? ആ രഹസ്യം എന്നോടുകൂടെ മരിച്ച് മണ്ണടിയട്ടെ. അതൊക്കെ പിന്നെ പറയാം. പല്ല് പൊന്നുവാള പല്ല്. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഓക്കെ വാ. ചൂണക്കുട്ടന്മാരെ, വെടിക്കണ്ട് ജോസിന്റെ ചൂണക്കുട്ടന്മാര്. ഇത് മതി. ഇനി വാവയുടെ തല എന്റെ മുന്നിൽ പൊങ്ങില്ല. അപ്പടോണേ പറഞ്ഞ കാര്യം. ഓ, അത് മറന്നു. വെടിക്കണ്ണി ജോസിന് തന്ത ഒന്നേ ഉള്ളൂ, വാക്കും. ഇവിടെ എവിടെയാണല്ലേ? ആ, അപ്പ ശരി. ശരി ശരി. ഇത്ര പെട്ടെന്ന് വെടിക്കണ്ണി ജ്യൂസ് റിട്ടയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി വെടിക്കണ്ടി ജോസിന് സാമ്രാജ്യം മൊത്തം നമുക്കാ. വലതാല വെച്ചിട്ട് തന്നെ കയറാം. ആയിക്കോട്ടെ. നല്ല ചകനം. ഹലോ ഹലോ സാർ, HSBC ബാങ്കിൽ നിന്നാണ്. വെടിക്കണി ജോസിന്റെ വീട്ടിൽ താമസിക്കാൻ പോണ ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങളിപ്പോൾ താമസിക്കാൻ പോകുന്ന വീട് ജപ്തി ചെയ്ത സ്ഥലമാണ്. അതെ, ബാങ്ക് ഏറ്റെടുത്ത സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾ കയറാൻ പോകുന്നത്. എത്ര കൊടുക്കണം? 20 കോടിയാണ് കടം. 20 അത് നമ്മുടെ യാർഡ് വിറ്റ് കിട്ടില്ല. യാർഡ് വിറ്റു. ഇൻഡസ്ട്രി ഏരിയയിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് കഴിഞ്ഞ മാസം വിറ്റല്ലോ സാർ. അപ്പൊ ഇനി വേറൊന്നും വിൽക്കാനൊന്നും ഇല്ല. ജ്യൂസറെല്ലാം വിറ്റു. പമ്പുകളെല്ലാം മാർവാടികൾക്ക് കൊടുത്തു. അത് വിറ്റാ. നിങ്ങളെ വീട്ടിൽ കയറിയാൽ അനധികൃതമായിട്ട് ബാങ്ക് പ്രോപ്പർട്ടിയിൽ കയറിയതിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കേണ്ടി വരും. ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് വെടിക്കണ്ണി ജോസ് ബാങ്കിൽ നിന്ന് ആധാരം കൊണ്ടുപോയത്. അതും എത്ര വീട് ജപ്തിയായിരുന്നു. വെടിപ്പുര ജോസ്. ഇനി എന്താണ് നമ്മൾ ചെയ്യാ? ഈ വീട് കിട്ടുന്ന പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന സ്വന്തം വീട് ഞാൻ വിറ്റു. ബാങ്കിലുണ്ടായിരുന്ന FD പൊട്ടിച്ച് ക്യാഷ് ആക്കി. പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ എന്തിനു പഠിക്കണ്? നമുക്കൊരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാലോ. നമ്മളെ കൊണ്ടൊക്കെ അതിന് പറ്റൂ? ആ പൊന്നവിടെ പല്ലെടുത്തല്ല നമ്മള്. പിന്നെന്താ? പൊന്നുവാവ എങ്ങാനും നമ്മളെ ഫോളോ ചെയ്ത് നമ്മുടെ കൈ വിട്ടു. അങ്ങനെ നമ്മൾ ടേബിൾ സെറ്റുകളാ, ക്യാഷ് അല്ല. അത് വഴി മനസ്സിലാവും. നീ ക്യാഷ് ഉള്ള ബാഗത്തല്ലേ? നീ വണ്ടി എടുത്ത വണ്ടി എടുക്ക്. Hehehehe